ഈ ഒരു വലിയ കൂട്ടക്കൊലപാതകമായിരുന്നു നമ്മുടെ വെഞ്ഞാറമ്മൂട് അഫാൻ എന്ന് പറയുന്ന കുറ്റവാളി നടത്തിയത്. അവൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള 5 പേരെ കൊലപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷനിൽ കുളിച്ചൊരുങ്ങി പോയിട്ട് ഞാൻ 5 പേരെ കൊലപ്പെടുത്തിയെന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘവും അതുപോലെ തന്നെ ആംബുലൻസും അവിടെ എത്തുന്ന സമയത്ത് നടക്കുന്ന കാഴ്ചകളും അതേപോലെ വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം അഫാൻ എന്ന് പറയുന്ന ആ ഒരു കുറ്റവാളിയുടെ മാനസാന്തരവും അഫാൻ എന്ന് പറയുന്ന കുറ്റവാളി പറയുന്ന പല കഥകളും നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും വന്നത് അഫാൻ്റെ ഉമ്മയുടെ കുറേ നാടകീയമായിട്ടുള്ള അഭിനയങ്ങളും രംഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും മകനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെയോ അല്ല ഒരു അച്ഛൻ്റെയും കടമയാണ്. പക്ഷെ മകൻ കുറ്റവാളിയാണെന്ന് അറിഞ്ഞതിന് ശേഷം വയറ്റിൽ തന്നെ പ്രസവിച്ച അല്ലെങ്കിൽ അവനോടൊപ്പം വളർന്ന അവൻ്റെ അനിയനെയും അവൻ കൊലപ്പെടുത്തി, അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോഴും അതിനെയും അംഗീകരിച്ചുകൊണ്ട് എൻ്റെ മകൻ പാവണം, എൻ്റെ മകനെ വെറുതെ വിടണേ സാർമാരെ എന്ന് പറഞ്ഞത് ആ ഉമ്മയുടെ സ്വബോധ മനസ്സിൽ തന്നെയാണ്, അല്ലാതെ അബോധാവസ്ഥയിലല്ല ആ ഉമ്മ പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളക്കര ഒന്നാകെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ പല വിമർശനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും അതല്ലാതെ പല ആളുകളും